ഹലോ ഫ്രണ്ട്സ്, എവർക്കും തന്നെ ജോളാകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ട് നമുക്കിന്നൊരു ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കണം. അതായത് എങ്ങനെ നമുക്ക് ഒരു പുൽക്കൂട് നിർമ്മിക്കാൻ നോക്കാം. നമുക്ക് വായിക്കില്ല, നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ നിൽക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മടൽ പച്ച മടൽ കീറിയതാണ്. അത് വെട്ട് കത്തിയുണ്ട് നല്ല സ്ലൈസായിട്ട് കീറിയതാണ്. അതുപോലെ തന്നെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ സാധാരണ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഫ്രെയിമിൽ തന്നെയാണ്, നേരത്തെ തന്നെ നിർമ്മിച്ചതാണ്. പിച്ചാത്തി എടുത്തിട്ടുണ്ട്, പിന്നെ കത്രി എടുത്തിട്ടുണ്ട്, പിന്നെ അത് ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ പെട്ടെന്ന് ഇടിച്ച് ക്ലീൻ. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ പുൽക്കൂടാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലഷ് കുക്കും വേണം കേട്ടോ. നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലഷ് കുക്ക്. കാരണം നമ്മൾ പുൽക്കൂട് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഫ്ലഷ് കുക്ക് എടുത്തത്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ചെറിയ പീസ് വേണം. അത് നമ്മൾ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് പോകണം. അപ്പം നമുക്ക് ഇത്രയുള്ളൊരു പീസ് വലിയ പീസാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഈ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ വലുപ്പമാണ്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ വലുപ്പത്തിലാണ് ഞാനിവിടെ അളക്കുന്നത്. അതേപോലെ ഒരു സ്കെയിലും കൂടെ വെച്ച് അളക്കുകയാണ്. നമ്മൾ സ്കെയിലും കൂടെ വെച്ചത് ഈ ഒരു വലുപ്പത്തിൽ നിന്ന് നമ്മൾ അളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ച് അത് മാർക്ക് ചെയ്തേക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൂടെ കാണാനായിട്ട് പറ്റും. നമുക്കിത് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പിച്ചാത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു വലിയൊരു പുൽക്കൂടാണ്. പിച്ചാത്തി എടുത്തിട്ട് പോയിന്റിൽ വെച്ചിട്ട് ഇതുവരെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. മുളയേക്കാളും നല്ലത് ഇതാണ്. അതായത് മടലിൻ്റെ ആ ഒരു തെങ്ങിൻ്റെ നടുവിലത്തെ പോർഷൻ, ഓലയുടെ ആ നടുവിലത്തെ പോർഷൻ ഇല്ലേ, അതാണ് ഞാൻ എടുക്കുന്നത്. നല്ല സാധനമാണ്. മുളയേക്കാളും നല്ലതാണിത്. കാരണം മുള എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വരും. അതുകൊണ്ടാണ് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഈ സാധനം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് കത്രി ഉപയോഗിച്ച് തന്നെ ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ സെയിം സൈസിലുള്ള അടുത്ത പീസും കൂടെ കട്ട് ചെയ്യാം. നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടാണ്. കാരണം ഇപ്പോൾ ഉള്ള എല്ലാവരും തന്നെ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റർ പൈസൊക്കെ വെച്ചിട്ട് എന്തോ വേറൊരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അതായത് വിദേശികളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം സൈസിൽ നമ്മളൊരു എന്താ പറയുക, ഒരു 11 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനത്തെ ഒരു പീസ് 11 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ 3 എണ്ണം കട്ട് ചെയ്തു. ഇതേപോലെ 11 എണ്ണം വേണം. അങ്ങനെ നമ്മൾ 11 പീസ് നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. 3, 4, 5, 6, 7, 8, 9, 10, 11, 11 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു കോൺ ഷേപ്പിൽ കെട്ടണം. അപ്പോൾ ഇത് നമ്മൾ വലിയ പീസാണ്. ഇത് നമ്മളൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും 6 എണ്ണം, അപ്പുറത്തെ സൈഡിലും പുറകിലും 6 എണ്ണം, ഫ്രണ്ടിലും 6 എണ്ണം. അപ്പോൾ ഈ ഒരു 2 എണ്ണം ചെറുത് മേളത്തെ 2 എണ്ണം തൂണാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കോൺ ഷേപ്പിലാണ് ഇത് നിർമ്മിക്കേണ്ടത്. ഇതൊരു കോൺ ഷേപ്പിൽ വയ്ക്കുക. ശേഷം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് തന്നെ നല്ല രീതിക്ക് തന്നെ കെട്ടിക്കൊടുക്കുക. പ്ലാസ്റ്റിക് കയർ കെട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കയർ മാത്രമല്ല, നമ്മൾ ഇത്തിരി ഫ്ലഷ് കുക്ക് വശയും കൂടെ അതിൻ്റെ ഒപ്പം ഒഴിക്കുന്നുണ്ട്. കാരണം പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വലിച്ച് മുറുക്കിയാൽ പെട്ടെന്ന് അത് ലൂസാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുൽക്കൂടൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ലൂസാവും. അപ്പോൾ ചിലപ്പോഴൊക്കെ താഴ്ന്ന് പൊളിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. എനിക്കിങ്ങനെ വീണ അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഒരു കാര്യം ചെയ്തു. ഇത് പ്ലാസ്റ്റിക്കിനോടൊപ്പം അങ്ങോട്ട് ഒട്ടിക്കാനായിട്ട് പോവാണ്. അതായത് ഫ്ലഷ് കുക്ക് വശം കൊണ്ട് തന്നെ ഒട്ടിക്കാം. അപ്പോൾ എളുപ്പം അങ്ങോട്ട് ഒട്ടി നിൽക്കും. നല്ല ഹാർഡായിരിക്കും, നല്ല രീതിക്ക് കട്ടിയോടെ നിൽക്കും. അതുകൊണ്ട് ഫ്ലഷ് കുക്ക് വശം ഞാനിവിടെ ഉപയോഗിക്കുകയാണ്.
ഏറ്റവും നല്ലതാണ് ഫ്ലക്സ് കിക്ക് വശം. എന്ത് കാര്യങ്ങൾ ഒട്ടിച്ചാലും നമുക്ക് ഫ്ലക്സ് കിക്ക് വശം ഒഴിച്ചു കൊടുത്താൽ അത്ര നല്ലത്. നല്ല രീതിക്ക് വലിച്ചു മുറുക്കുക. കാരണം ഇത് നമുക്ക് ഇതോളം 2-3 ആഴ്ചയോളം വേണ്ടതാണ് നമ്മുടെ പുൽക്കൂട്. ഇരുപത്തഞ്ചാം തീയതി കെട്ടി 1-ാം തീയതി ആകുമ്പോൾ തന്നെ നമ്മളത് അഴിക്കും. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഉണ്ണീശോയുടെ പ്രദക്ഷിണം വരും, ആ സമയം വരെ നമ്മൾ അഴിക്കത്തില്ല. ചിലവരൊക്കെ നേരത്തെ അഴിക്കും, നമ്മൾ ആ ഒരു സമയം വരെ നമ്മൾ അഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുൽക്കൂടൊക്കെ അഴിക്കത്തുള്ളൂ. നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അപ്പം നാളെ നമ്മുടെ ക്രിസ്മസ് ആണ്. നാളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രിസ്മസ് സാധനങ്ങളും നാളെ ഇടുന്ന ഫുൾ വീഡിയോ ഉണ്ടാവും. ഏകദേശം ഒന്നെങ്കിൽ പാർട്ടായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാളത്തെ ദിവസം കാണാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ 2-3 വട്ടം ടൈറ്റ് ചെയ്ത് മുറുക്ക കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മൾ മുറുക്ക കെട്ടിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലക്സ് കിക്ക് വശം ഒഴിക്കണം. ഈ ഫ്ലക്സ് കിക്ക് വശം ഏകദേശം 60 രൂപയാണ് പ്രൈസ് വരിക. ആദ്യമൊക്കെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 45 രൂപയായിരുന്നു. അതിനുശേഷം 55 രൂപ, ഇപ്പോൾ അത് 60-ലേക്കായി. അങ്ങനെ ശരിക്കും തന്നെ ഫ്ലക്സ് കിക്ക് വശം ഒഴിച്ചു കൊടുക്കണം, കാരണം വിട്ടു പോകരുത്. അതുകൊണ്ടാണ് ശരിക്കും തന്നെ ഒഴിച്ചങ്ങോട്ട് കൊടുത്തേക്കണം, ഒന്നും നോക്കരുത്. നമുക്ക് ബാക്കി എനിക്കുന്ന ഒരു എഡ്ജിൻ്റെ പ്ലാസ്റ്റിക് അതങ്ങോട്ട് കട്ട് ചെയ്യാം, നമുക്ക് ആവശ്യമില്ലല്ലോ. ഇതേപോലെ നമുക്കൊരു 5 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. 5 എണ്ണം. ഇന്ന് നമ്മളിത് കെട്ടുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഫോൺ ഞാനിവിടെ ടേബിളിൻ്റെ പുറത്ത് ഹാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിത് ചെയ്യുന്ന എൻ്റെ റൂമിലിരുന്നാണ് ഞാൻ എല്ലാ ക്രിസ്മസ് സാധനങ്ങളും ഉണ്ടാക്കിയത്. മേശപ്പുറത്ത് വെച്ച് നമ്മളിനി ഇത് നമ്മൾ കെട്ടിക്കൊടുക്കുക. നല്ല രീതിക്ക് വലിച്ച് മുറുക്കി കെട്ടണം. ആ ഒരു ഫ്രെയിം യഥാർത്ഥത്തിൽ ഒരു പൈപ്പാണ്, അത് സ്റ്റീൽ പൈപ്പാണ്. നമ്മൾ ഈ ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ ആക്കാരെന്ന് വിചാരിച്ചാൽ, മീൻസ് ഈ ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു ഫ്രെയിമില്ലേ, ഗ്ലാസ് ടേബിൾ, അതായിരുന്നു അതിനു വേണ്ടി ചെയ്തായിരുന്നു. അതിപ്പോൾ ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് ഞാനിത് പുൽക്കൂടാക്കി. നല്ല രീതിക്ക് തന്നെ മുറുക്ക വലിച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്ലക്സ് കിക്ക് വശം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ സംസാരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലിപ്പോൾ മൈക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് വഴിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ടാണ്. നമ്മളിനി അപ്പുറത്തെ സൈഡ് നല്ല കെട്ടി കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രിസ്മസ് സാധനങ്ങളും, അതായത് ആദ്യം മുതലേ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നാളെ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാളത്തെ ദിവസം തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു പാട്ടായിട്ട് ഇടുകയാണെങ്കിൽ തന്നെ ഏകദേശം നല്ല രീതിക്ക് ലോങ് ആവും. നമ്മൾ ഈ പുൽക്കൂട് തന്നെ ഏകദേശം ലോങ് ആകാൻ ചാൻസ് ഉണ്ട്, കാരണം കച്ചിയും ഇതൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം ലോങ് ആവും. ഇതിൽ 20 മിനിറ്റിൽ മേളിൽ കാണാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് പുറത്ത് വെച്ച് ചെയ്യാം, പക്ഷെ പുറത്ത് നല്ല വെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് അകത്ത് വെച്ച് ചെയ്യുന്നത്. അകത്താകുമ്പോൾ നല്ല ഫാനൊക്കെ ഇട്ട് സുഖമായിട്ടിരുന്ന് ചെയ്യാം. ഫ്ലക്സ് കിക്ക് ഡ്രോപ്പും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം, നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കണം ഫ്ലക്സ് കിക്ക് വശ. നമ്മളൊരു സ്നോമാൻ ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടും, നിങ്ങൾ കാണുക. എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ക്രിസ്മസിനൊക്കെ വളരെയേറെ നല്ലതായിരിക്കും സ്നോമാൻ. അപ്പോൾ നമുക്ക് ബാക്കി നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല പനിയായതുകൊണ്ടാണ് മച്ചാന്മാരെ
ശബ്ദത്തിലേക്ക് ഇത്തിരി ഇതുണ്ട്. ചുമ ഇടക്ക് വരാറുണ്ട്. പനി ആയതുകൊണ്ട്, ക്രിസ്മസ് ആയതുകൊണ്ട് തണുപ്പ് പിടിച്ചാണ്, നല്ല ചുമയും ഇഷ്ടമായിരുന്നു. നമ്മൾ രണ്ടാമത്തെ പീസ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മേൽക്കൂന 4 എണ്ണമായിട്ട് കെട്ടിയിരുന്ന അടുത്ത അത് നമ്മൾ കെട്ടുകയാണ്. നല്ല രീതിക്ക് തന്നെ വലിച്ചു മുറുക്കി കെട്ടുക. വലിച്ചു മുറുക്കി കെട്ടിയാൽ മാത്രം പോലെ ഫ്ലസ്കിക്ക് വശം കൊണ്ട് ഒഴിച്ചെടുക്കണം. ഇല്ലെങ്കിൽ കുറേ കൂടെ അങ്ങ് വലിഞ്ഞങ്ങ് പോവും. അതായത് വലിഞ്ഞു പോകുന്ന മീൻസ് അത് ലൂസായി പോവും. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ലൂസാവും. വയറങ്ങൾ ലൂസായും, പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മളുടെ ഈ ഒരു ക്രിസ്മസൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിനി മീനിൻ്റെ പരിപാടിയുള്ളൂ. അതുവരെ മീനിൻ്റെ പരിപാടിയില്ല. നമ്മൾ അത്യാവശ്യം കണ്ടൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. കുക്കിങ്ങൊക്കെ ഉടനെ തന്നെ വരും. കുറച്ച് ടൈം പിടിക്കും കുക്കിങ്ങൊക്കെ. നന്നായിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യാറിയാം. അപ്പോൾ ഈ ക്രിസ്മസ് ഒന്ന് കഴിഞ്ഞതിനും ശേഷം മാത്രമേ എനിക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നാളെ കൊണ്ട് കഴിയുവാണ്. നമ്മൾ നല്ല രീതിക്ക് തന്നെ വലിച്ചു മുറുക്കുക. ഞാൻ ഈ പുൽക്കൂട് മൊത്തം കെട്ടുന്ന ഞാൻ ഒറ്റക്ക് നിന്നിട്ടാണ് കെട്ടുന്നത്. നമ്മൾ വലിച്ചു മുറുക്കി ഞങ്ങൾ കെട്ടിക്കൊടുക്കുക. ഏകദേശം 4-3 കെട്ടെങ്കിലും നമ്മൾ കെട്ടണം. അങ്ങനെ നമ്മൾ 2 എണ്ണം കെട്ടി. നമുക്കിനി ഫ്ലസ്കിക്ക് വശം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്ലസ്കിക്ക് വശം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഫെവിക്കോളൊന്നും യൂസ് ചെയ്യണ്ട, കാരണം ഇരുമ്പിൽ ഒട്ടത്തില്ല ഫെവിക്കോള്. നമ്മുടെ ഫ്ലസ്കിക്ക് അങ്ങനെയല്ല, ഫ്ലസ്കിക്ക് എല്ലാത്തിലും ഒട്ടും. ഇരുമ്പിലായിരുന്നാലും പ്ലാസ്റ്റിക്കിലായിരുന്നാലും എല്ലാത്തിലും ഒട്ടും. അങ്ങനെ നമ്മൾ 2 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കി നിൽക്കുന്ന ഒരു എഡ്ജ് പോർഷൻ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇനി അടുത്ത പീസ് ഒട്ടിക്കണം. ഈ ഒരു 5ാമത്തെ പീസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു നടുവിലൊരു പോർഷൻ കൊടുക്കാനാണ്. എനിക്കത് ചെയ്ത് കാണിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ 4 പീസും കെട്ടി. ഇനി ഈ 5ാമത്തെ പീസ് ഇത് ഇങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത്. അതായത് ഫ്രണ്ടിലൊരു ചെവി പോലെ നമ്മൾ കെട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് 2 ചെവി പോലെയാണ് ചെയ്തത്, 2 ദിശകളിലും. നമ്മളിന്ന് നടുക്കാണ് ചെവി ചെയ്യുന്നത്. ചെവിയെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നും. കച്ചിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് അത് സാധനമെന്ന്. നമുക്ക് ഈ 2 പോർഷൻ നല്ല രീതിക്ക് തന്നെ കെട്ടിക്കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ വലിച്ച് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 4-3
കെട്ടെങ്കിലും നമ്മൾ കെട്ടിയിട്ട് വേണം നമ്മൾ ഫ്ലസ്കിൽ ഒഴിക്കാൻ. ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കുന്നത്, ഞാൻ മാത്രമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബേസ് എന്താ കെട്ടി ഏകദേശം തീരാറായി. അങ്ങനെ നമ്മളത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലസ്കിക്ക് വശം എടുത്തിട്ട് നമുക്ക് ഇനി അത് ഒട്ടിക്കാം. നല്ല രീതിക്ക് തന്നെ ഫ്ലസ്കിക്ക് വശം ഇട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിനി ഇതിൻ്റെ പുറത്ത് കച്ചി ഇടുന്നുണ്ട്. അപ്പോൾ കച്ചി ഇടുമ്പോൾ അതിൻ്റെ വെയിറ്റും കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലസ്കിക്ക് ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ പ്ലാസ്റ്റിക് ലൂസായി ഈ നമ്മൾ കെട്ടിയിരിക്കുന്നതൊക്കെ ഇളകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്ലസ്കിക്കൊക്കെ നമ്മൾ ഒഴിച്ചു. നമുക്ക് വെഡ്ജ് പോർഷൻ നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മളെല്ലാം തന്നെ കട്ട് ചെയ്ത് നല്ല ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇനി ഒന്ന് ഉണങ്ങി വരണം, കാരണം പശയൊക്കെ തേച്ചുള്ളതുകൊണ്ട് ഇവിടെ ചെറിയൊരു ലൂസ് ഉണ്ട്. നമുക്ക് അതും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ട് ഫ്ലസ്കിക്ക് വശം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോർഷനിലേക്ക് നമ്മുടെ വലിയ പീസ് എടുത്തിട്ട് ഇനിയാണ് നമ്മളുടെ ഇനി സെക്കൻഡ് പോർഷനിലേക്ക്, അതായത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മൊത്തം വലിയ പീസ് കെട്ടാനായിട്ട് പോവാണ്. അതിൻ്റെ മേൽക്കൂനിയാണ് നമ്മളിപ്പോൾ കെട്ടുന്ന പുൽക്കൂടിൻ്റെ. നല്ല രീതിക്ക് തന്നെ മുറുക്ക ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിതാ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേപോലെ 4 തൂണുകൾ നമുക്കിത് കെട്ടിക്കണം. അതായത് 4 പീസില്ലേ, ബാക്കി ഇനി 3 പീസുണ്ട് മേളിൽ. അപ്പോൾ അത് മൊത്തത്തിൽ നല്ല രീതിക്ക് തന്നെ കെട്ടണം. ബാക്കി നമുക്ക് എഡ്ജ് പോർഷൻ കൊണ്ട് കട്ട് ചെയ്ത് കളയണം, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഈ ഒരു പുൽക്കൂടി തന്നെ ഏകദേശം ഫുള്ള് സെറ്റ് ഇരിക്കാനുള്ളതുണ്ട്. അതായത് ഉണ്ണീഷ സെറ്റ് മൊത്തം ഈ ഒരു പുൽക്കൂടിൻ്റെ അകത്തിരിക്കും. അത്രയും വലിപ്പമാണ്. നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് സ്റ്റാർ നിർമ്മിക്കുന്നില്ല. അതായത് മുള കൊണ്ടുള്ള സ്റ്റാറില്ലേ, അത് നമ്മൾ നിർമ്മിക്കുന്നില്ല. നമ്മൾ ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് ക്രിസ്മസിനായിട്ട്. അപ്പോൾ ഇനി അടുത്ത ക്രിസ്മസിന് നമുക്ക് നിർമ്മിക്കാം. അടുത്ത ക്രിസ്മസ് സാധനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ കുറേ കൂടെ ഉണ്ട്, അത് ഞാൻ ഇനി അടുത്ത ക്രിസ്മസിന് നിർമ്മിക്കാം. ഈ പ്രാവശ്യം ഞാൻ കുറേ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ക്ഷീണിച്ചു, അതുകൊണ്ടാണ്. നമ്മൾ ചിലത് നമ്മൾ വിറ്റു, പൈസ കിട്ടി. ചില നമ്മൾ സ്പ്രിങ്കിൾ റിങ്കിളില്ലേ, അത് നമ്മൾ കടയിൽ കൊടുത്തു.
നമ്മളിനി അടുത്ത വർഷം നമ്മൾ നമ്മുടെ ക്രിസ്മസ് സാധനങ്ങളൊക്കെ വിൽപ്പന ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ചിലപ്പോഴേ നമ്മൾ വിൽക്കുന്നുള്ളൂ. നമുക്ക് ബാക്കി നിൽക്കുന്ന എഡ്ജ് പോർഷനുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്കൊരു പീസും കൂടെ ഉണ്ട് കെട്ടാൻ, അതും കൂടെ കെട്ടാം. ഇപ്പം ഞാനിവിടെ പ്ലാസ്റ്റിക് കയറാണ്. അതായത് നമുക്കിപ്പോൾ കടകളിലൊരു 10 രൂപയൊക്കെ റേറ്റ് വരും ഈ ഒരു പ്ലാസ്റ്റിക് കയറിന്. അതായത് ഒരു ഫുള്ള് പുൽക്കൂട് കെട്ടാനുള്ളതുകൊണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് കയറിൻ്റെ അകത്ത് ഫുള്ള് പുൽക്കൂട് നമുക്ക് മിച്ചവും കിട്ടും. പ്ലാസ്റ്റിക് കയർ ഞാനിപ്പോൾ വലിയ പുൽക്കൂടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 2 എണ്ണം ആവശ്യമുണ്ട്. 2 എണ്ണത്തിൻ്റെ പകുതിയോളം വരും നമുക്കിത് ചെയ്തു തരുമ്പോൾ. അങ്ങനെ നമ്മളത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന പോർഷൻ ഒന്നും കട്ട് ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എഡ്ജ് പോർഷൻ നമുക്ക് പശ ഉപയോഗിച്ച് അത് ഒട്ടിക്കാം. ഇനി ഇതേപോലത്തെ ബാക്കി 2 പീസുകൾ എടുത്തിട്ട് ഇവിടെ ഞങ്ങളെല്ലാം ഒട്ടിക്കണം. ഒരെണ്ണം താഴത്തും ഒരെണ്ണം മേളിലും. നമുക്ക് അതൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോവാം. ഇതേപോലെ വേണം നമ്മളിതിനെ ഒട്ടിക്കാൻ. അങ്ങനെ നമ്മളെല്ലാ സൈഡും നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷനാണ്, അതായത് ബാക്ക് സൈഡാണ് ഞാൻ ഒട്ടിച്ച് ഫ്രണ്ടും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്കത് കാണിച്ചു തരാം. ഇതാണല്ലേ ചമ്മലെ നമ്മളിതാ എല്ലാ പീസുകളും നമ്മളിതാ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് കച്ചിടണം, ആ ഒരു പരിപാടിയേ ഉള്ളൂ. നമുക്കിനി ബാക്കി ഇത് ഇവിടുത്തെ പീസും കൂടെ നമുക്ക് ഒട്ടിക്കാനായിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഒട്ടിച്ചേക്കാം. അങ്ങനെ നമ്മൾ അവസാനം നിൽക്കുന്ന ആ ഒരു പീസും കൂടെ നമ്മൾ ഒട്ടിച്ചു. ഇപ്പോൾ എല്ലാം തന്നെ പ്ലസ് ക്ലിക്കൊക്കെ ഉപയോഗിച്ച് നമ്മളെല്ലാം ഫുള്ളായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം തന്നെ നല്ല രീതിക്ക് സ്ട്രെങ്ത് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് കട്ടിയായിട്ടുണ്ട്. പിന്നെ മേൽ പോർഷനും നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ഇതാണ് നല്ല രീതിക്ക് തന്നെ കട്ടിയാണ്, പ്ലസ് ക്ലിക്കൊക്കെ ഒഴിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ പുൽക്കൂടിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇനിയാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മളിനി നമ്മുടെ കച്ചി നമ്മളുടെ ആയിട്ട് പോകുന്ന. അങ്ങനെ നമ്മളത് എല്ലാം തന്നെ കെട്ടി ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ സൈഡും നല്ല രീതിക്ക് തന്നെ കെട്ടി പ്ലസ് ക്ലിക്ക് വശം കൊണ്ട് മുറുക്കി എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് നമുക്ക് നിർമ്മിക്കണം. കാരണം ഇതിന് ഓൾറെഡി മേളിൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് തൂണ് പോലെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ പീസ് നമ്മൾ കെട്ടി നല്ല ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണല്ലേ നമ്മൾ 2 പീസിലും 2 സൈഡിലൊരു പീസ് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ചെവി എന്ന് പറയുന്നത്. ഫ്രണ്ടിലൊരു കോണ് പോലത്തെ ചെവി. ബാക്കിയൊക്കെ നമ്മളിനി കച്ചിയാണ് നമ്മളിനി വിരിക്കേണ്ടത്. നമ്മൾ പുൽക്കൂടി ഇപ്പോൾ സ്ട്രക്ചർ ഇപ്പോൾ സെറ്റായി, നമുക്ക് കച്ചി വിരിക്കണം. അതാണ് നമ്മളതിൻ്റെ മെയിൻ ലക്ഷ്യം. നമ്മളതിൽ പഴയ കച്ചി ഇരിപ്പുണ്ട്, അതാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ കച്ചി നമ്മുടെ ഇരിപ്പുണ്ട്, അതാണ് നമ്മളിനി വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചു വെച്ച കച്ചി. നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല, നമ്മളിതിനി അടുത്ത് വെക്കാൻ പോവാം.
കച്ചി എടുക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ കുറച്ചെടുക്കുക, ഇതേപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കമ്പിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യില്ലെങ്കിൽ അത് താഴത്തേക്ക് പോകും. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഇരുന്നോളും. നല്ല വലിയ പീസ് നോക്കി എടുക്കുക കച്ചി, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ യോജിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു പീസ് നമ്മൾ കച്ചി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഫുള്ള് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക. ഫുള്ള് നമ്മൾ കച്ചി ഉപയോഗിച്ച് തന്നെ മറക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ ടാസ്ക്. എന്തായാലും നല്ലൊരു പണിയാണ്. നമ്മൾ അടുത്ത പീസ് എടുക്കുക, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റുക. അപ്പം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും നമ്മുടെ കച്ചി. നല്ല രീതിക്ക് തന്നെ ഗ്യാപ്പ് ഇല്ലാതെ വേണം അത് ഫിറ്റ് ചെയ്യാൻ. അതായത് ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല കച്ചിയിൽ, അത്രയ്ക്കും കട്ടിയിൽ വേണം നമ്മൾ കച്ചി ഇടാൻ. എന്തെങ്കിലും നേരത്തെ ഗ്യാപ്പ് വന്നാൽ നമുക്കത് ഫിനിഷിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ഫിനിഷിങ് വർക്കല്ല. അപ്പോൾ നമുക്ക് കച്ചി എടുക്കുമ്പോൾ ഇതേപോലെ എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് വേണം നമ്മൾ കച്ചി ഇടാൻ. എന്നാലും നല്ല കട്ടിക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം എല്ലാവരും കച്ചിയിലല്ല, കാരണം ഇപ്പം എല്ലാവരും പ്ലാസ്റ്റർ പാരീസിലാണ് ചെയ്യുന്നത്. അതായത് ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലൊക്കെയാണ് ഒരു പുൽക്കൂട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കച്ചിയൊക്കെ ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഫുള്ള് കച്ചി നമുക്ക് ചെയ്യണം. ഫുള്ള് ഫ്രണ്ടിലെ കച്ചി. അപ്പം ഞാനിവിടെ ഗ്യാപ്പ് വരാതെ നോക്കുകയാണ്. ഞങ്ങൾക്ക് അടുത്ത പീസ് എടുത്ത് വെക്കാം. പഴയ കച്ചി ആയതുകൊണ്ട് അകത്ത് കുറച്ച് വേസ്റ്റൊക്കെ കാണും, അടുത്ത് മാറ്റുക. നല്ല നീറ്റ് കച്ചി നോക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് ഫിറ്റ് ചെയ്യാനായിട്ട്. നല്ല രീതിക്ക് തന്നെ നല്ല ഒരുമിച്ച് കച്ചി ഫിറ്റ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ ചേർത്ത് വേണം കച്ചി വെക്കാൻ. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ കച്ചിയാണ് നമ്മൾ ഈ കൊല്ലം ചെയ്യുന്നത്. നമ്മളത് കച്ചിയുടെ മേളിലാണ് നമ്മൾ ഉണ്ണീശ സെറ്റ് വെച്ച് നമ്മൾ ബോക്സിൽ എപ്പോഴും വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കച്ചി നമ്മുടെ കയ്യിൽ കാണും. കച്ചി ഇപ്പം എന്തെങ്കിലും മോശമായി പോയാൽ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുള്ളൂ. നല്ല കച്ചിയാണ്, കഴിഞ്ഞ വട്ടം എടുത്തേ ഉള്ളൂ. നല്ലത് നോക്കി എടുത്ത് വെക്കുക. അങ്ങനെ നമ്മൾ ഒരു പീസോളം അതായത് ഒരു സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 സെറ്റുണ്ട്, അതും കൂടെ ചെയ്യാം. ഇനി ഇതേപോലെ നമ്മൾ ഫുള്ളും നമ്മൾ കച്ചിയിടണം. ഇതേപോലെ 2 തട്ടിൽ നമ്മൾ കച്ചിയിട്ട് ഫ്രണ്ടിലെ പോർഷൻ നല്ല രീതിക്ക് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കണം.
അങ്ങനെ നമ്മളിതാ കച്ചിയൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കച്ചിയൊക്കെ വെച്ചു. നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ നല്ല കത്രി ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് നമ്മൾ നല്ല ഫിനിഷിങ്ങോടെ നമ്മൾ ഫ്രണ്ടിലൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കോണിലൊക്കെ നമ്മൾ ആ ചെവി പോലത്തെ നിൽക്കുന്നില്ലേ, അതൊക്കെ നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറകിൽ ചെയ്തിട്ടില്ല, ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പുറകിലാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലകത്ത് ആ ഒരു എഡ്ജൊക്കെ നല്ല രീതിക്ക് തന്നെ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് നമ്മളെല്ലാം തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കച്ചികൾ ബാക്കിയുണ്ട്, അതിൻ്റെ പുറകു വശത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് പുറകു വശത്ത് ചെയ്യുന്നതിലേക്ക് നോക്കാം. ഇപ്പം നമ്മളെ ഫ്രണ്ടാണിത്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം, നമ്മുടെ പുൽക്കൂടിൻ്റെ ഫ്രണ്ട് ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അങ്ങനെ നമ്മളിൻ്റെ പുറകിലത്തെ പോർഷൻ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ നല്ല കച്ചി നോക്കി എടുക്കുക. ഇതൊക്കെ നമ്മുടെ പഴയ കച്ചിയാട്ടാ, എങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നല്ല കച്ചി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ പുറകിൽ നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം. നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അടുത്ത കച്ചി എടുത്തിട്ട് വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. നേരത്തെ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകുവശം. നാളെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ടായിരിക്കും, അതായത് നാളത്തെ ക്രിസ്മസിൻ്റെ ആഘോഷം. നമ്മൾ ക്രിസ്മസ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം നമ്മളിടുന്ന ഫുൾ വീഡിയോ ഉണ്ടായിരിക്കും. അത് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് കാണുക. നമ്മളിപ്പോൾ ക്രിസ്മസ് പുൽക്കൂട് ഏകദേശം ഫിനിഷിങ് ആറായി. ഇപ്പോൾ അത്യാവശ്യം 30 മിനിറ്റ് മേളിലായി നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും വലിയൊരു ലോങ് ആയിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. കാരണം നമ്മൾ ചെയ്തു വന്നപ്പോൾ ഇത്രയും ടൈം ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ടാണ്. ഏകദേശം 30 മേളിൽ മിനിറ്റായി, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത്രയും ലോങ് ആയിട്ട് ഇടേണ്ട എനിക്ക് വന്നു, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പുൽക്കൂട് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ പുൽക്കൂട് നമ്മൾ പുറകെ എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ പുൽക്കൂട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അത് തൊട്ടടുത്ത ബെല്ലൈക്കൻ നിൽക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാത്തതുകൊണ്ടായി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം. ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് 1K ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊന്ന് മറക്കാതെ തരിക. അതേപോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ. അതുപോലെ കമൻറ്റൊക്കെ ഇടാത്തതുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഫുൾ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എൻ്റെ ചാനൽ. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ, നമ്മുടെ പുൽക്കൂടിൻ്റെ. മറ്റേത് ഫ്രണ്ട് പോർഷൻ.
അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.